ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന നയനിയുടെയും ആദർശിന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാമേ. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും ഒരു ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണം. അപ്പൊ നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം. തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ നന്ദുവിനെയാണ് കാണിക്കുന്നത്. അങ്ങനെ നന്ദുവിനെ കൊണ്ടുവന്ന് കെട്ടിയിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ നമ്മുടെ വേണുവിന്റെ ആൾക്കാരാണ് നന്ദുവിനെ പിടിച്ചോണ്ട് വന്ന് കെട്ടിയിട്ടിരിക്കുന്നത്. അങ്ങനെ നന്ദു അവിടെ വന്നിങ്ങനെ ഇരിക്കുന്നതും പുറകിലേക്ക് കൈ ഇങ്ങനെ കെട്ടി നിർബന്ധിച്ച് പുറകിലേക്ക് കൈ ഇങ്ങനെ വലിച്ചു മുറുക്കി കെട്ടി വെച്ചിരിക്കുകയാണ്. അവന്മാര് വന്ന ഉടനെ തന്നെ നമ്മുടെ നന്ദുവിനോട് പറഞ്ഞു, നീ എന്താടി വിചാരിച്ചത്? അല്ല, നിനക്ക് നല്ല ഉശിരൊക്കെ ഉണ്ട് കേട്ടോ, കാണാൻ ഒരു വീക്കിരി പെണ്ണാണല്ലോടി നീ. എന്നിട്ട് നിനക്ക് എവിടെന്നാടി ഇതിന് മാത്രം ശക്തി കിട്ടിയത്? ഏതായാലും അങ്ങ് പരലോകത്തേക്ക് പോകാൻ റെഡി ആയിട്ട് നിന്നോ. നിനക്ക് അതിനുള്ള വിസയും ടിക്കറ്റും ഒക്കെ വന്നു. ഞങ്ങളെ ഏൽപ്പിച്ച ആളെ അതിനാ ഓർഡർ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു. ഇത് കേട്ടത് നന്ദു പറഞ്ഞു, നിങ്ങൾക്ക് എന്താ വേണ്ടത്? നിങ്ങൾ എന്തിനാ എന്നെ ഇങ്ങോട്ട് പിടിച്ചോണ്ട് വന്നത്? നിനക്ക് എന്താ വേണ്ടത്? എന്തിനാ നിന്നെ ഇങ്ങോട്ട് പിടിച്ചോണ്ട് വന്നതെന്നൊന്നും ഞങ്ങൾക്ക് അറിയേണ്ട കാര്യമില്ല. ഞങ്ങളോട് പറഞ്ഞു, ഞങ്ങളത് വൃത്തിയായിട്ട് ചെയ്തു. അതാണ് ഞങ്ങളുടെ ചുമതല. ഇനി ചെയ്യേണ്ടവരെന്താണെന്ന് വെച്ചാൽ അപ്പൊ പറയും. ആ നിമിഷം ഞങ്ങൾ നിന്നെ തീർക്കും. അതാടി ഇനി നടക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ നന്ദു ഇത് കേട്ട് കഴിഞ്ഞപ്പോഴും ഒന്ന് പേടിച്ചു കേട്ടോ. ആരായാലും പേടിച്ചു പോകും. തന്റെ ജീവൻ എടുക്കാൻ പോവുക, പരലോകത്തേക്ക് അയക്കാൻ പോകുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെ പേടിക്കാതിരിക്കില്ലല്ലോ. അപ്പൊ നന്ദു പറഞ്ഞു, നിങ്ങളെ നേർക്ക് കളിക്കുക. നിങ്ങളൊരു കാര്യം ചെയ്യുക, എന്റെ കൈ ഈ പുറകിൽ നിന്ന് അഴിച്ചുവിട്. അല്ലാതെ നിങ്ങൾ എന്തിനാ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? ഇത് വെറും ഭീരത്വം. എന്ത് വീരത്വമാണെങ്കിലും കുഴപ്പമില്ലടി. അല്ല, നിന്നെക്കുറിച്ചുണ്ടല്ലോ അവര് വലിയൊരു ഐഡന്റിറ്റിയാ ഞങ്ങളോട് പറഞ്ഞു തന്നത്. നീയും അതുപോലെയൊക്കെ തന്നെയാന്ന് മനസ്സിലായി. നിനക്ക് കാരിരുമ്പിന്റെ ശക്തിയാണല്ലോടി. അത്ര ശക്തിയിലല്ലേ നീ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള കുറെ പേരെ തല്ലിയിട്ടത്. അതും കൊണ്ട് ഞങ്ങളെക്കാൾ മുകളിലുള്ള ഒരാളെ ഇവിടെ വേണ്ട. നിന്നെ തീർക്കുക തന്നെ ചെയ്യൂടി. നിന്നെ തീർക്കുക തന്നെ ചെയ്യും. ഇനിയിപ്പോ കൊട്ടേഷൻ തന്നവര് നിന്നെ തീർക്കണ്ടെന്ന് പറഞ്ഞാല് ഞങ്ങൾ തീർത്തിരിക്കും എന്നൊക്കെ അവന്മാരിങ്ങനെ വിളിച്ചു പോകുന്നു. ഇതേ സമയം പിന്നെ കാണിക്കുന്നത് നമ്മുടെ അനാമികനെയും രേവതിനെയും വേണുവിനെയുമാണ്. അങ്ങനെ നമ്മുടെ അനാമികയുടെയും രേവതിയും കൂടെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വേറൊന്നുമല്ല, നന്ദുവിനെ കുറിച്ചും അവൾക്ക് അഹങ്കാരമാണെന്നും അവള് എനിക്ക് പരലോകത്തേക്ക് അയക്കണം, നോക്കിക്കോ, ഇതിനുള്ള മറുപടി ഞാനൊക്കെ കൊടുത്തിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. കലിമൂത്തിരിക്കുകയാണ്. അപ്പൊ രേവതിയും പറയുന്നുണ്ട്, അഹങ്കാരത്തിന് കൈയും കാലും വെച്ചതാ കനകദുർഗയുടെ 3 കിട്ടിയിരിക്കുന്നത് വലിയ പുളിങ്കൊമ്പ് തന്നെയാണല്ലോ. എടി മോളെ, നീ ആദ്യം നീ അനീനെ എങ്ങനെയും ചാക്കിലാക്കാൻ നോക്ക്. അനിയൊക്കെ ഇനി ചാക്കിലായിക്കോളൂ അമ്മേ, നോക്കിക്കോ. അവള് പരലോകത്തേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അനി ആരുടെ പുറകെ പോകും? അനി ആരുടെയും പുറകെ പോകില്ല. ലാസ്റ്റ് അവൻ എന്റെ കാലേ തന്നെ വന്ന് വീഴും. അപ്പൊ ഞാൻ അവനെ ചവിട്ടി അരയ്ക്കും, നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ വേണു വന്ന ഉടനെ അനാമിക ആകാംക്ഷയോട് ചോദിക്കുക, അച്ഛ എന്താ ഈ കാര്യങ്ങളൊക്കെ എന്തായി? കാര്യങ്ങളൊക്കെ എന്തായെന്നോ? കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയോടും വെടുപ്പോടും കൂടി അവര് ചെയ്തോളും. അല്ല, ഇതുപോലെ ഒരു തവണ കൊണ്ടുപോകാൻ നോക്കിയതാണേ, എന്നിട്ട് എന്താ സംഭവിച്ചത്? അതുപോലെയൊന്നും അല്ല. ഇതേ ഉശിരുള്ള ആണുങ്ങളുടെ കയ്യിലാ അവള് ചെന്ന് പെട്ടിരിക്കുന്നത്. അവളുടെ ഗതി അതോ ഗതി. അപ്പോഴത്തേക്കും തന്നെ പെട്ടെന്ന് അവന്മാര് വിളിക്കുകയാണ്, ആ ഗുണ്ടകൾ വിളിക്കുകയാണ് നമ്മുടെ വേണുവിനെ. ഗുണ്ടകൾ വിളിച്ചിട്ട് പറഞ്ഞു, അതെ, നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. കർഷീനെ ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ആണോ? കർഷീനെ കിട്ടിയല്ലേ? ഓക്കെ, ആയിക്കോട്ടെ, സമാധാനമായി. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാം ചെയ്തോ. ഇനിയിപ്പം ആരെയും കാത്തിരിക്കുകയൊന്നും വേണ്ട, തീർത്തോ, ഇപ്പൊ തന്നെ തീർത്തോ, തട്ടിക്കോ എന്നിങ്ങനെ ഓർഡർ കൊടുക്കാണ്. ഏതായാലും ഈ സമയം ഫോൺ വേണു കട്ട് ചെയ്തു. അപ്പൊ അനാമി ചോദിച്ചു, എന്തായി അച്ഛ? മോളെ ഈ അച്ഛനൊരു കാര്യം ഏറ്റു കഴിഞ്ഞാൽ ഏറ്റത് തന്നെയാ. ഇനി അവളുടെ ശല്യം നമുക്കെന്നല്ല ആർക്കും ഉണ്ടാവില്ല. അല്ല, അപ്പൊ അച്ഛനാ അവളെ കൊല്ലാൻ പോവാണോ? കൊല്ലുക അല്ലാതെ. അവള് പന പോലെ അങ്ങ് വളർന്നു കഴിഞ്ഞാൽ ശരിയാവോ? അവളെ പകുതി വെച്ചങ്ങ് മുറിക്കാൻ പോവാ ഈ അച്ഛൻ. ഈ അച്ഛന് കൊല്ലലും കൊലവിളിയും ഒക്കെ പതിവ് ഉള്ളതാണല്ലോ. എത്ര പേരെ കൊന്നിരിക്കുന്നു ഈ കൈകൾ കൊണ്ട്. അതൊക്കെ ആരെങ്കിലും ഇതുവരെ കണ്ടുപിടിച്ചിട്ടുണ്ടോ? ആരും കണ്ടുപിടിക്കാനും പോകുന്നില്ല. അതുകൊണ്ട് ഇവൾക്ക് പരലോകത്തേക്കുള്ള വിസ ഞാൻ തന്നെ ഇങ്ങോട്ട് എടുത്തു കൊടുത്തു. നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു പരിപാടിയല്ലേ മോളെ എന്ന് പറഞ്ഞപ്പോ എനിക്ക് ആശ്വാസമായി അച്ഛാ. അവള് മരിക്കണം. അവള് ഭൂമിയിൽ ജീവിച്ചിരിക്കാൻ പാടില്ല. അവളുടെ മരണം കണ്ട് അവളുടെ ചേച്ചിമാര് കരയണം. അതെനിക്ക് കണ്ട് ആസ്വദിക്കണം എന്നൊക്കെ പറഞ്ഞ് ഏതാണ്ട് ഒരു സൈക്കോ മാതിരി നമ്മുടെ അനാമിക ഇങ്ങനെ ഓരോന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് രേവതിക്ക് ഉള്ളിൽ ഒരു പേടി. രേവതി പറഞ്ഞു, അതെങ്ങനെയാ വേണുവേട്ടാ ശരിയാകുന്നത്? ഇനിയിപ്പം എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നില്ല. രേവതി, നീ സമാധാനമായിട്ടിരിക്കുക. ഈ കൈകൾ കൊണ്ട് അങ്ങനെ എത്ര പേരെ കൊന്നിരിക്കുന്നു. ആരും ഒന്നും അറിയാൻ പോകുന്നില്ല. ഇനി
ഇനി നമ്മുടെ മോളായിരിക്കും അനന്തപുരി തറവാട് ഭരിക്കുന്നത്. ഇങ്ങനെ ഓരോന്നിനെയും കൊല്ലാനേ എനിക്ക് ഒരു മടിയില്ല. ആരൊക്കെ നമുക്ക് തടസ്സമായിട്ട് നിൽക്കുന്നോ, അത് ദേവയാനിയാണോ, ആദർശാണോ, ആ കിളവനും കിളവിയാണോ, എല്ലാത്തിനെയും നമ്മൾ തീർക്കും എന്നൊക്കെ പറയുകയാണ്. ഏതായാലും ഇത് കഴിഞ്ഞ് നമ്മുടെ ആദർശിനെ ആട്ടോ കാണിക്കുന്നത്. അപ്പൊ ആദർശിനോട് നയന കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞു. അങ്ങനെ നമ്മുടെ ആദർശ് നേരെ അനിയുടെ അടുത്തേക്ക് ചെല്ലുക. അനി ഒരു കാര്യം നീ അറിഞ്ഞോ, നന്ദുവിനെ കാണുന്നില്ലെന്നാ പറഞ്ഞത്. നന്ദുവിനെ കാണുന്നില്ലെന്നോ? എന്താ ആദർശേട്ടാ പറഞ്ഞത്? അതെ, നയനി ഇപ്പൊ എന്നെ വിളിച്ചായിരുന്നു. അവള് വിളിച്ചിട്ട് പറഞ്ഞു നന്ദു മിസ്സിംഗ് ആണെന്ന്. നന്ദു മിസ്സിംഗ് ആണെന്നോ? അവൾ അങ്ങനെ മിസ്സിംഗ് ആകാൻ വഴിയില്ലല്ലോ. ഒരുപാട് വിഷമിച്ച് കാണും ആദർശേട്ട. അവൾക്ക് അന്ന് തന്നെ ഒരുപാട് വിഷമം ഉണ്ടായിരുന്നു. അവളുടെ മുഖത്ത് ഒരുപാട് സങ്കടങ്ങളൊക്കെ ഉണ്ട്, അതെനിക്കറിയാം. അതുകൊണ്ട് തൽക്കാലം അവൾ ചിലപ്പോൾ ആരും കാണാതെ എവിടെയെങ്കിലും മാറിപ്പോയി നിൽക്കുന്നതായിരിക്കും എന്ന് പറയുമ്പോൾ ഇത് അതൊന്നും അല്ല. ഇത് അവർ പറഞ്ഞത് അവളുടെ ഫോണും സ്വിച്ച് ഓഫ് ആണെന്നാ. ഫോണും അപ്പൊ സ്വിച്ച് ഓഫ് ആണോ? അങ്ങനെയെങ്കിൽ ഫോൺ അങ്ങനെ സ്വിച്ച് ഓഫ് ആകാൻ വഴിയില്ല ആദർശേട്ടാ. ഫോൺ സ്വിച്ച് ഓഫ് ആണെങ്കിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട് അവക്ക്. ഒരിക്കലും അവൾ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെക്കില്ല. അങ്ങനെ ചാർജ് തീരത്തൊന്നുമില്ല. കാരണം അവൾ ഫോണിൽ ഒത്തിരി നേരം ഓവർ ടൈം ആയിട്ടിരുന്ന് കളിക്കുന്ന കുട്ടിയൊന്നും അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവളുടെ ഫോണിലെ ചാർജ് തീരില്ല. അപ്പൊ ഇതിന്റെ പിന്നിൽ എന്തോ ഉണ്ട്. അപ്പോഴത്തേക്കും പെട്ടെന്ന് ആദർശ് ചോദിച്ചു, അല്ല നന്ദുവിന് എന്ത് സംഭവിക്കാനാ? അവക്ക് സംഭവിക്കാൻ മാത്രം. അവക്ക് പ്രധാനമായിട്ടൊരു ശത്രു ഉള്ളത് ഈ വീട്ടിൽ തന്നെയാ, അനാമിക. അവളുടെ ഏറ്റവും വലിയ ശത്രു അനാമിക. അല്ലാതെ അവൾക്ക് ഒരു ശത്രു ഉള്ളതായിട്ട് എനിക്കറിയത്തില്ല. ഏതായാലും നമുക്കൊന്ന് അന്വേഷിച്ച് ഇറങ്ങാം അനി, നമുക്ക് പോയി ഒന്ന് അന്വേഷിക്കാന്ന് പറഞ്ഞ് ഇവര് നേരെ ടൗണിലൊക്കെ പോയി ചുറ്റി അന്വേഷിക്കുകയാണ്. അങ്ങനെ കുറെ നേരം ഇങ്ങനെ അന്വേഷിക്കുന്നൊക്കെ കാണിക്കുന്നു. അത് കഴിയുമ്പോഴത്തേക്കാണ് നമ്മുടെ നന്ദുവിന്റെ സ്കൂട്ടി കിടക്കുന്നത് കാണുന്നത്. അപ്പൊ നന്ദു മിസ്സിംഗ് ആയിരിക്കുന്ന ആ സ്കൂട്ടിയുടെ അടുത്ത് നിന്നാണ് നന്നായിട്ട് മനസ്സിലായി ആദർശിനും അനിക്കും. അപ്പൊ അവിടെ ഒരു CCTV ഉണ്ട്, ഒരു വീടും ഉണ്ട്. അപ്പം ആദർശ് പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം, ഇവിടെയല്ലേ സ്കൂട്ടി, അപ്പൊ മിസ്സിംഗ് ആയത് ഇവിടുന്ന് തന്നെയാ. എങ്കിൽ പിന്നെ നമുക്ക് ഈ വീട്ടിലൊന്ന് കയറി ഒന്ന് ചോദിച്ചു നോക്കിയാലോ. CCTV കവറേജ് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ കാര്യങ്ങളൊക്കെ ചിലപ്പം അറിയായിരിക്കും. ഇനിയിപ്പോ എങ്ങനെയാണ് മിസ്സിംഗ് ആയത്, ഇനിയിപ്പോ ആരെങ്കിലും തട്ടിക്കൊണ്ട് പോയതാണോ എന്നൊക്കെ അറിയാലോ എന്ന് പറഞ്ഞ് ആ വീട്ടിൽ കയറുകയാണ്. ആ വീട്ടിൽ കയറിയിട്ട് ആദർശ് പറഞ്ഞു, അതെ ചേട്ടാ, ഞങ്ങൾ മൂർത്തീസ് ജ്വല്ലറിയുടെ ഓണേഴ്സ് ആണ്. എൻ്റെ പേര് ആദർശ് എന്ന് പറഞ്ഞപ്പം ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനവിടെ മൂർത്തീസ് ജ്വല്ലറി വന്നപ്പോഴത്തേക്കും ഒന്ന് രണ്ട് തവണ സാറിനെ കണ്ടിട്ടുണ്ട്. അല്ല സാറേ, എന്താ സാറിന് വേണ്ടത്? അത് പിന്നെ ഞങ്ങൾ വന്നത് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാൾ മിസ്സിംഗ് ആയി. അപ്പം ഇവിടുത്തെ CCTV ദൃശ്യങ്ങളൊന്ന് കിട്ടുമായിരുന്നെങ്കിൽ ഉപകാരമായേനെ. ഈ വീടിന്റെ വാതക്കല ആ കുട്ടിയുടെ വണ്ടി ഇരിക്കുന്നെന്ന് പറഞ്ഞു. ആണോ? അതിനിപ്പോ എന്താ, കയറി വരൂ എന്ന് പറഞ്ഞു. അങ്ങനെ ആ CCTV ദൃശ്യങ്ങൾ കാണിക്കുകയാണ്. CCTV ഇങ്ങനെ കാണുകയാണ്. കണ്ടപ്പോഴത്തേക്കും കുറെ ഗുണ്ടകള് നമ്മുടെ നന്ദുവിനെ തട്ടിക്കൊണ്ട് പോകുന്നു. അതില് നന്നായിട്ട് പതിഞ്ഞിട്ടുണ്ട്. ഏതായാലും ഉറപ്പിച്ചു ഗുണ്ടകൾ കൊണ്ടുപോയതാണെന്ന്. അങ്ങനെ ആദർശും അനിയും കൂടെ മുഖത്തോട് മുഖം നോക്കിയിരിക്കുകയാണ്. അയ്യോ, ഇനിയിപ്പോ എത്രയും പെട്ടെന്ന് രക്ഷിച്ചേ പറ്റൂ. അവരുടെ ഉദ്ദേശം എന്താണെന്നൊന്നും അറിയില്ലല്ലോ. ഏതായാലും എത്രയും പെട്ടെന്ന് രക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവരവിടെ നിന്ന് ഇറങ്ങി പുറപ്പെടുകയാണ്. ഇനിയിപ്പം അവരെങ്ങോട്ടാ പോയതെന്ന് തിരക്കണം, പോലീസിനെ അറിയിക്കണം. അപ്പൊ അതിനുള്ള കാര്യപരിപാടികളൊക്കെ നടത്തുകയാണ്. ഇതേസമയം വീണ്ടും കാണിക്കുന്നത് കനകദുർഗേനെയും നയനെയും ഗോവിന്ദനെയൊക്കെ തന്നെയാണ്. അങ്ങനെ നയനെയൊക്കെ വല്ലാത്ത ടെൻഷനിൽ തന്നെയാണ് ഉള്ളത്. അങ്ങനെ കനകദുർഗ ചോദിക്കുക, എന്തെങ്കിലും വിവരമുണ്ടോ? ആദർശ് മോനോട് പറഞ്ഞിട്ട് അവൾ എവിടെയാണെന്ന് വല്ലതും അറിഞ്ഞോ? ആദർശ് മോൻ വിളിച്ചോ? ഇതുവരെ ആദർശേട്ടൻ വിളിച്ചിട്ടൊന്നുമില്ല. ആദർശേട്ടൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഏതായാലും വിളിക്കാതിരിക്കത്തില്ല. ആദർശേട്ടനും അനിയും കൂടിയാ പോയിരിക്കുന്നത്. എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടാതെ ഇരിക്കത്തില്ലെന്ന് പറഞ്ഞപ്പം എൻ്റെ ഈശ്വര, അയ്യപ്പനെ കാണാൻ പോയിട്ട് വന്നു കഴിയുമ്പം എല്ലാം ഭേദമാകും, എല്ലാം ഭംഗിയായിട്ട് ഇനി മുന്നോട്ടേക്ക് പോകുമെന്നൊക്കെ ഓർത്തിട്ട് ഇതിപ്പോ ഓരോന്ന് പ്രശ്നങ്ങൾ കൂടി വരികയാണല്ലോ. എൻ്റെ എല്ലാ മക്കൾക്കും എന്താണോ ഇങ്ങനെ ഒരു അവസ്ഥ വരുന്നത്. നയനയും അതുപോലെ തന്നെ നന്ദുവും നവ്യയും അവർക്കൊരു സമാധാനമുള്ളൊരു ജീവിതം കിട്ടുന്നില്ലല്ലോ എന്ന് ഓർത്തിട്ടാണ് ഇങ്ങനെ പറയുമ്പോഴത്തേക്കും നമ്മുടെ നയന പറഞ്ഞു, ഏതായാലും ആദർശേട്ടൻ പോയിട്ടുണ്ടല്ലോ, അമ്മ സമാധാനമായിട്ട് ഇരിക്കുക, എന്തെങ്കിലും ഒരു വിവരവും കിട്ടാതെ ഇരിക്കത്തില്ല. ഏതായാലും ആദർശേട്ടൻ അനിയും ഇറങ്ങി പുറപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാലോ, അവരെന്തെങ്കിലും ഒരു വിവരം കിട്ടിയിട്ടേ കയറി വരത്തുള്ളൂ, നന്ദൂരെയും കൊണ്ട് തന്നെ തിരിച്ചു വരത്തുള്ളൂ. അങ്ങനെ വിശ്വസിക്കാൻ പറയുകയാണ്. എന്നിട്ട് പറയാ, എന്ത് ചെയ്യാനാ, ഇതിന്റെയൊക്കെ പിന്നില് ആ വേണുവും അതുപോലെ രേവതിയും ഒക്കെ തന്നെയാന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അറിയാലോ, അന്നിവിടെ ഉണ്ടായ പ്രശ്നങ്ങളൊക്കെ, അന്ന് നല്ലൊരു അടിയാണ് നന്ദു അനാമികയ്ക്ക് കൊടുത്തത്. അതിന്റെ വാശിയും വൈരാഗ്യവും ഒക്കെ അവർക്ക് കാണും. അതുകൊണ്ട് എന്തും ചെയ്യാൻ മടിക്കാത്ത കൂട്ടങ്ങളാ. എനിക്കറിയില്ല, ഇനി ആ ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ ചിലപ്പം അനാമികയുടെ അച്ഛനും നന്ദുവിനെ എന്തെങ്കിലും ചെയ്യുമോന്ന എനിക്കൊരു പേടി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നന്ദു അല്ല ഗോവിന്ദ പറയാണ്, അത് ശരിയാണ്.
കാരണം അയാള് ഒരു ക്രൂരനാന്ന് തന്നെ ഞാനും പറഞ്ഞു കേട്ടിട്ടുള്ളത്. അയാള് എന്തും ചെയ്യാനും മടിക്കില്ല. ഇനിയിപ്പം എന്തായി തീരുന്ന അറിയില്ലല്ലോ. ഏതായാലും ആദർശ് മോനും അഭിമോനും അനിമോനും പോയിട്ടുണ്ടല്ലോ. ഏതായാലും അവര് വിളിക്കാതിരിക്കത്തില്ല. നിങ്ങൾ സമാധാനമായിട്ടിരിക്കാനും നമ്മുടെ ഗോവിന്ദനും പറഞ്ഞ് നയനയും അതുപോലെ തന്നെ കനകദുർഗയും ആശ്വസിപ്പിക്കുകയാണ്. അപ്പൊ നമ്മുടെ കനകദുർഗ പറയുന്നുണ്ട്, അനാമികയും അവളുടെ വീട്ടുകാരും ഇതിന് പിന്നിലെങ്കിൽ വെറുതെ വിടാൻ പറ്റത്തില്ല. അങ്ങനെ വെറുതെ വിടുവോ? അവളും അവളുടെ വീട്ടുകാരും ആദർശന്റെ അമ്മേനെ കിടപ്പിലാക്കിയിട്ടുള്ളത്. മരണത്തിന്റെ അടുത്ത് വരെ അമ്മേനെ കൊണ്ടുപോയത് അവര് തന്നെയാ. അതെനിക്ക് ഉറപ്പുള്ള കാര്യമാ. കാരണം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണല്ലോ നടന്നത്. അന്ന് അന്ന് നല്ല പാല ഞാൻ കാച്ചു വെച്ചത്. അത് കുടിച്ചിട്ട് ആദർശേട്ടന്റെ അമ്മ ഹോസ്പിറ്റലായെങ്കിൽ അതിനകത്ത് വിഷം കലർന്നിട്ടുണ്ട്. അതെനിക്ക് ഉറപ്പാ. അങ്ങനെ വിഷം കലർത്തിയിട്ടുണ്ടെങ്കിൽ അത് അനാമിക തന്നെയാ. അന്ന് നവ്യേച്ചിയോട് അവർക്ക് കടുത്ത ദേഷ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് നവ്യേച്ചിയുടെ വയറ്റിലുള്ള കുഞ്ഞിനെ കളയാനും നവ്യേച്ചിനെ കിടത്താനും വേണ്ടിയാ അവള് പാലിൽ വിഷം കലർത്തിയെന്നും എനിക്ക് ഉറപ്പുണ്ട്. അപ്പൊ നമ്മുടെ ഗോവിന്ദൻ പറഞ്ഞു, അങ്ങനെയുള്ളവർക്കൊപ്പം എങ്ങനെയാ മോളെ വിശ്വസിച്ച് ജീവിക്കുന്നത്? അത് പിന്നെ അച്ഛ, അനിയുടെ ജീവിതം തകരുന്നത് അവിടെ മിക്ക ആൾക്കാർക്കും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. അതുകൊണ്ട് അവള് ചെയ്ത കുറ്റങ്ങളൊക്കെ ഒച്ചത്തിൽ വിളിച്ച് പറയാനും ആവില്ല. ആ ഒരു സാഹചര്യത്തിലാ ഇപ്പൊ പോകുന്നത്. എല്ലാം ഉള്ളിൽ വെച്ചുകൊണ്ട് നടക്കാനേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ അനിയുടെ ജീവിതം തകരും. അപ്പം നമ്മുടെ കനകദുർഗ പറഞ്ഞു, അല്ല എങ്കിലും ആദർശ് മോനോടെങ്കിലും സംശയം പറയുന്നത് നല്ലതല്ലേ? ആദർശേട്ടനും ആ സംശയമൊക്കെ ഉണ്ടമ്മേ. എനിക്കും അങ്ങനെ ചെറിയ സംശയങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ആദർശേട്ടന്റെ അമ്മയ്ക്ക് ഇതൊന്നും അറിയുന്നില്ലല്ലോ. ഇപ്പോഴും അമ്മ സ്വന്തം മരുമകളായിട്ടാ അനാമികേനെ കരുതുന്നതും സ്നേഹിക്കുകയൊക്കെ ചെയ്യുന്നത്. അത് ഓർക്കുമ്പോഴാ കഷ്ടം തോന്നുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. ഏതായാലും ഇതിനു ശേഷം കാണിക്കുന്നത് നമ്മുടെ അനിയെയും ആദർശിനെയുമാണ്. ഇവര് നന്ദുവിനെ തപ്പി ഇങ്ങനെ നടക്കാണ് കേട്ടോ. അവിടെയും ഇവിടെയൊക്കെ അന്വേഷിക്കുന്നുണ്ട്. അവിടെയും ഇവിടെ ഒന്നും കാണുന്നുമില്ല. അങ്ങനെ ഫോട്ടോയൊക്കെ ഓരോരുത്തരെ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഫോണിലെ. എന്നിട്ടും ആർക്കും മനസ്സിലാവുന്നൊന്നുമില്ല, കണ്ടിട്ടില്ല എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത്. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നന്ദുവിനെയാണ്. അപ്പൊ നന്ദുവിന് ഇങ്ങനെ കെട്ടിയിട്ടേക്കുള്ളൂ. അപ്പൊ നന്ദു ഇങ്ങനെ കൈ ഇങ്ങനെ അഴിക്കാനൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ, പക്ഷെ പറ്റുന്നില്ല. അപ്പൊ ആ ഒരു ഗുണ്ട വന്നിട്ട്, ഞാൻ കുളി കഴിഞ്ഞ് ഫ്രഷ് ആയിട്ടൊക്കെയാ വന്നിരിക്കുന്നത്. ഏതായാലും നിന്നെ പരലോകത്തേക്ക് വിടുകയാണല്ലോ. അതിനു മുമ്പ് എനിക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞിങ്ങനെ അടുത്തേക്ക് ചെന്നപ്പോഴത്തേക്കും നമ്മുടെ നന്ദു ചവിട്ട് കൊടുക്കാണ് കേട്ടോ. നന്ദു ഒരൊറ്റ ചവിട്ട് കൊടുത്താന്ന് നമ്മൾ ഓർക്കും. പക്ഷെ നന്ദു അല്ല ചവിട്ടുന്നത്, പുറകില് ആദർശും അനിയും കൂടെ വന്ന് നിൽക്കുകയാണ്. ആദർശും അനിയുമാണ് ഒരൊറ്റ ചവിട്ട് കൊടുക്കുന്നത് കേട്ടോ. ആ ഗുണ്ട തെറിച്ചു പോവുകയാണ്. പിന്നെ അവിടെ കുറച്ച് ഫൈറ്റ് തന്നെയാണ്. നമ്മുടെ നന്ദുവിന്റെ കൈയും കൂടെ അഴിച്ചു വിട്ടാ പിന്നെ പറയണ്ടല്ലോ. 3 പേരും കൂടെ എല്ലാവരെയും എടുത്ത് പൊതിക്കുകയാണ്. അതുമല്ല, ഈ ഫൈറ്റിന്റെ ഇടയിൽ ഒരു വലിയ രസം ഉണ്ടാവുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നന്ദു തെറിച്ചു പോയി വീഴുന്നു. അപ്പം നമ്മുടെ അനിയും കൂടെ അതിന്റെ മണ്ടയിലേക്ക് വീഴുക. അപ്പൊ അവരുടെ കുറച്ച് റൊമാൻസ് അവിടെ ആ ഒരു ഫൈറ്റിന്റെ സമയത്ത് കാണിക്കുന്നുണ്ടേ. നമ്മുടെ നന്ദു ഇങ്ങനെ കിടക്കുന്നു, അതിന്റെ മുകളിലായിട്ട് നമ്മുടെ അനി ഇങ്ങനെ നന്ദുവിനെ തന്നെ നോക്കി ഇങ്ങനെ കൈ രണ്ടും കൂടെ നിലത്ത് കുത്തി ഇങ്ങനെ കിടക്കുന്നത് ഒരു ചെറിയൊരു ഒരു 2-3 സെക്കൻഡേ കാണിക്കുന്നുള്ളൂ. എങ്കിലും അവിടെയും അവർ ചെറിയൊരു റൊമാൻസ് എടുത്തിട്ടുണ്ട്. ഏതായാലും അത് കഴിഞ്ഞ് വീണ്ടും അടിയോടടി നന്ദുവും കൂടെ അങ്ങോട്ട് ചെന്ന് അടിക്കാൻ തുടങ്ങി. എല്ലാവരെയും അടിച്ച് തോപ്പിച്ച് നമ്മുടെ നന്ദുവിനെ രക്ഷിച്ചുകൊണ്ട് ആദർശവും അനിയും കൂടെ ഒരു ഇറങ്ങിപ്പോക്കുണ്ട്. നമ്മുടെ ഹീറോ പോകുന്ന പോലെ തന്നെ തോന്നും കേട്ടോ. ഏതായാലും നല്ലൊരു മാസ് പെർഫോമൻസ് ആണ് നമ്മൾ അവിടെ കാണുന്നത്. നല്ലൊരു ഫൈറ്റ് ആട്ടോ നമ്മൾ അവിടെ കാണുന്നത്. എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അനി പറഞ്ഞു, നന്ദു നമുക്ക് വേഗം അവിടെ എത്തണം. എല്ലാവരും ഉണ്ടല്ലോ അവിടെ നിന്നെ നോക്കിയിരിക്കുക. എനിക്ക് സംശയം അനാമികയുടെ അച്ഛൻ തന്നെയാ. ഇത് വ്യക്തമായിട്ട് തെളിവില്ലാതെ ആരും സംശയിക്കണ്ട മോളെ. പിന്നെ അതിനൊരു സാധ്യതയുണ്ട്. പിന്നെ ആപത്തൊന്നും ഉണ്ടായില്ലല്ലോ. ഏതായാലും ഇപ്പൊ ആരെ സംശയിക്കാൻ നിൽക്കണ്ട, രക്ഷപ്പെട്ടല്ലോ, നിങ്ങൾ ബാന്നും പറഞ്ഞുകൊണ്ട് ആദർശ് ഇവരെ കൂട്ടിക്കൊണ്ട് പോവുകയാണ്. കാരണം അപ്പൊ സംശയിക്കാൻ നിന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി. ഏതായാലും ഈ സമയം കാണിക്കുന്ന നമ്മുടെ വേണുവിനെയാണ് കേട്ടോ. അപ്പം വേണു ഒരു കോള് വരുന്നതും കാത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. കാരണം നമ്മുടെ നന്ദുവിനെ കൊന്നു എന്ന് വിചാരിച്ചാണല്ലോ ഇരിക്കുന്നത്. അപ്പൊ അനാമിക വന്ന് ചോദിച്ചു, അല്ല എന്തായി അച്ഛാ? എല്ലാം ഓക്കെ, ഇനി അവളുടെ ശല്യം മോക്കം ഉണ്ടാവില്ല. അപ്പൊ രേവതി പറഞ്ഞു, അല്ല അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനമായോ? ആയതുകൊണ്ടല്ലേ രേവതി ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇനി മോക്ക് അന്തസ്സായിട്ട് അനന്തപുരിയിലേക്ക് തിരിച്ചു പോകാം. ഇനി അവൾ ഒരു ശല്യത്തിന് മോളുടെ അടുത്തേക്ക് വരില്ല എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ അനാമിക സന്തോഷിച്ച് നിൽക്കുകയാണ് കേട്ടോ. അപ്പം വേണു പറഞ്ഞു, നന്ദുവിനെ ഓർത്തെ മോളിനി ടെൻഷൻ അടിക്കണ്ട. ഇനി അവളെ ഓർത്ത് കരയുന്ന അത്രയും അവളുടെ ചേച്ചിമാരും അച്ഛനും അമ്മയും ആയിരിക്കും. ആ കണ്ണുനീരാ മോള് കാണാൻ പോകുന്നത്. ചേച്ചിമാര് കരയണോ വെച്ചാ അവളുടെ ചേച്ചിമാര്, അതെനിക്ക് കാണണം. ഞാൻ ഇത്തരം തരികട പരിപാടികൾ ചെയ്തല്ലേ മോളെ ജീവിച്ചു പോകുന്നത്. ആവശ്യത്തിന് വേണ്ടി വളഞ്ഞ വഴി പോകാൻ വേണ്ടി ഈ വേണുവിന് യാതൊരു മടിയുമില്ല. ഇനി അവൾ രക്ഷപ്പെട്ടാൽ ശരി, ഒരാണിന്റെ പിന്നാലെയും അവൾ നടക്കാൻ പാടില്ല. അതുപോലെ ആയിരിക്കണമെന്ന് ഞാന് അവന്മാരോട് പറഞ്ഞിട്ടുണ്ട്. എന്റെ അനിയുടെ കല്യാണത്തിന് മുമ്പ്
അവൾ അനിയുടെ പിന്നാലെ നടന്നത് മനസ്സിലാക്കാം. പക്ഷെ കല്യാണ ശേഷവും ആ ബന്ധം തുടരുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല അച്ഛാ. അതൊരിക്കലും എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അതിന്റെ പേരിൽ ഞാൻ അവൾക്ക് മാപ്പ് കൊടുക്കില്ല. വിവാഹം കഴിഞ്ഞവര് തെറ്റായ ബന്ധത്തിലേക്ക് പോകുമ്പോഴാ പല വീട്ടിലും കൊലപാതകങ്ങൾ നടക്കുന്നത്. ഇവിടെയും അങ്ങനെയൊക്കെ തന്നെയാ. അവൾക്കും അവളുടെ വീട്ടുകാർക്കും ഒരുപാട് താക്കീത് കൊടുത്തതല്ലേ. എന്നാൽ അതൊന്നും അവര് ചെവികൊണ്ടില്ല, കേട്ടില്ല. അനുഭവിക്കട്ടെ, എല്ലാവരും അനുഭവിക്കട്ടെ എന്നിങ്ങനെ പറഞ്ഞു. അപ്പൊ വേണു പറഞ്ഞു, അനുഭവിക്കും, അനുഭവിക്കാതിരിക്കില്ലല്ലോ. എന്റെ മോളെയല്ലേ തല്ലിയത്. അതെ അച്ഛാ, എന്റെ ഈ കരണത്തെ വേദന ഇപ്പോഴും പോയിട്ടില്ല. സർവശക്തി എടുത്ത് അവളെന്നെ തല്ലിയത്, താഴെയിട്ട് തൊഴിച്ചത്, അതൊന്നും അത്രയ്ക്ക് പെട്ടെന്ന് എനിക്ക് മറക്കാൻ പറ്റില്ല. മൂക്ക് മാത്രമല്ല, ഞങ്ങൾക്ക് മറക്കാൻ പറ്റില്ലല്ലോ. ഞങ്ങളുടെ മോളെയല്ലേ തല്ലിയത്. ഇതിലൂടെ അവളും അവളുടെ വീട്ടുകാരും ഒരു പാഠം പഠിക്കണങ്ങ് പഠിക്കട്ടെ. ഇനി ഇനി ആരും തല ഉയർത്തി ഈ വേണുവിന്റെയും വേണുവിന്റെ മകളുടെയും മുമ്പിൽ നിൽക്കില്ല, അതിന് ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറയാണ്. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആദർശ അനിയും കൂടെ നന്ദുവിനെ രക്ഷിച്ചുകൊണ്ട് പോകുന്ന ഒരു സീനാണ് കേട്ടോ. ഇത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ വേണുവിനെയും അതുപോലെ അനാമികനെയും കാണിക്കുന്നുണ്ട്. അപ്പൊ വേണുവിന് ഒരു ഫോൺ കോൾ വരും. അപ്പൊ ഫോൺ എടുത്തിട്ട്, ഹലോ, എന്തായടാ, അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ തീർന്നോ? അല്ല, അങ്ങ് പരലോകത്തേക്ക് പോയോ? അത് പിന്നെ അവളെ തട്ടിക്കളഞ്ഞു സാറേ. ആഹാ, തട്ടിക്കളഞ്ഞല്ലേ? തട്ടിക്കളഞ്ഞ് കെട്ടിത്തൂക്കി. അതെ, സാറ് പറഞ്ഞ തുക ഇങ്ങോട്ടേക്ക് തരണം. അല്ല, നിന്റെ സംസാരത്തിൽ എന്താടാ ഒരു അവശത? അത് പിന്നെ ഒന്നും പറയണ്ട സാറേ, ഒരു ചെറിയ ഫൈറ്റ് ഉണ്ടായി, അതിന്റെയാ. സാർ ഒരു കാര്യം ചെയ്യാ, പെട്ടെന്ന് പൈസ ഇട്. പൈസ ഞാൻ ഇപ്പൊ തന്നെ ഇട്ടേക്കാന്ന് വേണു പറഞ്ഞു. എന്നാ പിന്നെ കൊന്നോ തട്ടിയോ ഇല്ലയോ എന്നൊന്നും അറിയാതെയാണ് ആ പൈസ ഇട്ട് കൊടുക്കാൻ പോകുന്നത്. ഏതായാലും ആ പൈസ ഇട്ട് കൊടുത്തിട്ട് വേണു പറഞ്ഞു, തട്ടി മോളെ തട്ടി, ഇനി അവളെ കൊണ്ട് ശല്യം ഉണ്ടാവില്ല. അല്ലച്ചാ, ഇത് പൊല്ലാപ്പാവോ? ഏയ്, എന്തായാലും കുഴപ്പമില്ലല്ലേ അച്ഛാ. ഇനി അവള് അനിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരില്ലല്ലോ. എനിക്ക് അത് മതി. അവന്മാരെ ഈ പൈസ കിട്ടിയാൽ അവന്മാര് നാട് വിടൂലേ, പിന്നെ പൊടി പോലും കിട്ടത്തില്ല. പിന്നെ അവന്മാര് വിളിച്ച നമ്പർ ഉണ്ടല്ലോ, അത് മരിച്ചുപോയ എന്റെ ചേട്ടന്റെ പേരിലുള്ളതാ. അതുകൊണ്ട് ആ വഴിക്ക് ഒരു അന്വേഷണത്തിന് ചാൻസ് ഇല്ല. ഏതായാലും നമുക്കും ഒരു കളി കളിക്കാം. ചുരുക്കി പറഞ്ഞാല് ചില സംശയങ്ങൾ അങ്ങും ഇങ്ങും ഒക്കെ കിടക്കുമായിരിക്കും. ആ സംശയം ഒരിക്കലും തീരില്ല മോളെ. അപ്പോഴത്തേക്ക് നമ്മുടെ നന്ദു അല്ല, അനാമിക പറഞ്ഞു, അച്ഛാ എനിക്കൊന്ന് ആഘോഷിക്കണം അച്ഛാ, എനിക്കൊന്ന് ആഘോഷിക്കണം. അതല്ലേ ഞാനും പറയുന്നത്, നമുക്ക് ആഘോഷിക്കണം, അതിനല്ലേ നമ്മൾ പോകുന്നത്. അവളുടെ വീട്ടിലെ മരണം നമ്മൾ ആഘോഷിക്കുന്നു. ഇതേ സമയം കാണിക്കുന്നത് നമ്മുടെ അനിയെയും അതുപോലെ തന്നെ നമ്മുടെ നന്ദുവിനെയാണ്. അപ്പം അനിയും നന്ദുവും കൂടെ ഒരു റെസ്റ്റോറന്റിൽ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും ആദർശ കമ്പനിയിലേക്ക് പോയി, അവിടെ എന്തോ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് അങ്ങോട്ടേക്ക് പോയത്. അപ്പം നന്ദു പറഞ്ഞു, എനിക്ക് വീട്ടിൽ പോകണം. ഏതായാലും വീട്ടിൽ പോകാതെ ഇരുന്നാൽ ശരിയാവില്ലല്ലോ. എന്താ ആദർശേട്ടൻ വരാത്തതെന്ന് ചോദിച്ചപ്പം ആദർശ് ഇങ്ങനെ പോയേക്കുവാന്ന് പറഞ്ഞു. നീ സമാധാനമായിട്ട് ഇരിക്കും നന്ദു, പ്രശ്നമൊന്നുമില്ല. ഏതായാലും കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടന്നല്ലോ. അല്ല, നല്ല വിശപ്പുണ്ടല്ലേ തനിക്ക്? ഇച്ചിരി എന്തെങ്കിലും ആഹാരം കഴിച്ചാലോ? അതെ, ആഹാരമൊക്കെ അവന്മാര് തന്നായിരുന്നു. അങ്ങനത്തെ ഒരു അവസ്ഥയില് ആഹാരം കഴിക്കാൻ പറ്റില്ലല്ലോ. ബലമായിട്ട് കഴിപ്പിക്കാനും നോക്കി, ഞാൻ വഴങ്ങി കൊടുത്തില്ല. അല്ല, കോഴികളെ കൊല്ലുന്നത് പോലെ ആഹാരം തന്നിട്ട് കൊല്ലാനായിരുന്നു അല്ലേ പ്ലാന്? അതെ, പക്ഷെ എനിക്ക് അവന്മാരെ അറിയില്ല. അവന്മാരെന്റെ ശത്രുക്കളും അല്ല. ഇതിന്റെ പിന്നില് അനാമികയും അനാമികയുടെ അച്ഛനും തന്നെയാ. അയാള് ഇടയ്ക്ക് വീട്ടിൽ വന്ന് ഭീഷണി മുഴക്കിയായിരുന്നല്ലോ. അവൾ ആ വീട്ടിലേക്ക് വന്നതിന് ശേഷം പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. അന്നൊക്കെ കുടുംബത്തിന്റെ അന്തസ്സിനെ കരുതി എല്ലാവരും എല്ലാം മൂടി വെക്കുകയായിരുന്നു. പക്ഷെ നന്ദുവിന് ഇന്ന് എന്തെങ്കിലും സംഭവിച്ചിരുന്നുവെങ്കിൽ ആദർശേട്ടൻ ഒന്നിനെ വെറുതെ വിടില്ലായിരുന്നു എന്നിങ്ങനെ പറയാം. അപ്പോഴത്തേക്കും അവിടെ ഒരു സ്റ്റാഫ് ഫുഡൊക്കെ കൊണ്ടുവന്ന് ഇവർക്ക് കൊടുക്കാണ്. ഇവരങ്ങനെ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ നമ്മുടെ നന്ദു പറഞ്ഞു, ഞാനെല്ലാം സഹിച്ചും ക്ഷമിച്ചും നടക്കുകയായിരുന്നു. പക്ഷെ എന്റെ ചേച്ചിനെ ഉപദ്രവിച്ചതോടെ എനിക്ക് അവളെ കാണുന്നതേ ദേഷ്യവാ. എനിക്ക് അത്രയ്ക്ക് വെറുപ്പ അവളോട്. എനിക്കറിയില്ല എന്താണെന്ന്. എന്റെ ചേച്ചീനെ അന്ന് അവൾ അതുപോലെയാ ചവിട്ടിയിരുന്നൊക്കെ ഇങ്ങനെ പറയാ. എന്നിട്ട് ഇവര് ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ അനി ഇവളെ തന്നെ നോക്കുന്നുണ്ട്, നന്ദുവിനെ തന്നെ നോക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അവരുടെ ആ ഒരു ചെറിയ റൊമാൻസ് ഒക്കെ കാണിക്കുന്നുണ്ട്. ഈ സമയം നമ്മുടെ വേണുവിനെയും അനാമികേനെയാണ് കാണിക്കുന്നത്. അപ്പൊ വേണു അനാമികയും ആഘോഷിക്കാൻ വേണ്ടി ആ റെസ്റ്റോറന്റിലേക്ക് തന്നെയാണ് വരുന്നത്. അനിയും നന്ദുവും കൂടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന റെസ്റ്റോറന്റില് ഇവര് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയില്ല. ഇറങ്ങുന്നതിന് മുമ്പ് നമ്മുടെ അനാമിക പറയാ, ദേ അത് അനിയല്ലേ, അത് അവളല്ലേ? അയ്യോ നന്ദു, അവള് മരിച്ചില്ല അച്ഛൻ പറഞ്ഞു അവളെ കെട്ടിത്തൂക്കി എന്നൊക്കെ പറഞ്ഞതോ? അവളെ കെട്ടിത്തൂക്കി എന്ന് പറഞ്ഞതാണല്ലോ. ഇതെന്താ പറ്റിയത്? ഞാൻ അവന്മാർക്ക് പൈസ അയച്ചു കൊടുക്കുന്നത് മോള് കണ്ടതല്ലേ? അവന്മാരെന്നെ പറ്റിച്ചതാണെന്നാ തോന്നുന്നു മോളെ, എന്നെ പറ്റിച്ചതായിരിക്കും. ഇതിപ്പം വലിയൊരു അബദ്ധമായി പോയല്ലോ. എന്റെ അവളെ തട്ടിക്കൊണ്ട് പോയിട്ട് ആ ഫോട്ടോ അയച്ചു തന്നല്ലേ, പിന്നെ എന്താ സംഭവിച്ചത് എന്താ സംഭവിച്ചതെന്ന് ഒരു എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ മോളെ. ഒന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. അത് അവള് തന്നെയല്ലേ?
പിന്നെ അവളല്ലാതെ അവളുടെ പ്രേതമാണോ അച്ഛാ ഇരിക്കുന്നത്, അച്ഛനൊന്ന് സൂക്ഷിച്ചു നോക്കാൻ പറഞ്ഞു. അപ്പൊ രേവതി പറഞ്ഞു, രാത്രിയാണെങ്കിൽ പ്രേതം എന്നെങ്കിലും പറയായിരുന്നു, ഇത് പട്ടാ പകലായി പോയില്ല, ഇതിപ്പോ അനിയുടെ കൂടി ഇരുന്നല്ലേ അവൾ ആഹാരം കഴിക്കുന്നത്. ഓഹ് അച്ഛ അച്ഛ ഈ കാഴ്ച കാണാനാണോ അച്ഛൻ ഇത്രയും പൈസ മുടക്കി എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത്? ഞാൻ ഒരുപാട് ആശിച്ചു. അല്ല മോളെ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അവന്മാരെ ഞാനൊന്ന് വിളിക്കട്ടെ, എന്താ സംഭവം എന്ന് ചോദിക്കട്ടെ എന്ന് പറഞ്ഞു. ഏതായാലും അവന്മാരെ വിളിച്ചിട്ട് ഫോൺ എടുക്കും. അവന്മാരെ വിളിച്ചിട്ട് ഫോണും എടുക്കുന്നില്ല, ഫോൺ സ്വിച്ച് ഓഫും ആണ്. അപ്പോഴേക്കും വേണു പറഞ്ഞു, മോളെ അവന്മാരെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. ഇങ്ങനെ ഒരു മണ്ടനായ ഒരു അച്ഛനായി പോയല്ലോ. എന്തിനാ ഇതുപോലെ പൊണ്ണത്തടി ശരീരം വെച്ചോണ്ട് നടക്കുന്നത്? അവന്മാര് പൈസയായിട്ട് മുങ്ങി, അല്ലാതെ പിന്നെ എന്ത് ചെയ്ത് കാണും എന്നൊക്കെ പറഞ്ഞിങ്ങനെ അനാമിക. അപ്പൊ വീണ്ടും നമ്മുടെ അനിയും അതുപോലെ തന്നെ നന്ദുവും കൂടെ ഫുഡ് കഴിക്കുന്ന ഒരു സീനാണ് കാണിക്കുന്നത്. ആ ഒരു സീൻ കാണിച്ചിട്ട് ഇന്നത്തെ വിശേഷം അവസാനിക്കുകയാണ്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷവുമായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.